ഇന്നത്തെ വിഷയം മെൻസ് കമ്മീഷൻ എന്തിനു വേണ്ടിയാണ്, ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ മനസ്സിൽ പറയുന്നുണ്ടാവും, ഓ മെൻസ് കമ്മീഷൻ. പലരും പല അഭിപ്രായങ്ങളായിരിക്കും പറയുക മെൻസ് കമ്മീഷനെ കുറിച്ച്. പക്ഷേ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും, ഒരു സിറ്റിസൺ എന്ന രീതിയിലായിട്ടോ, അല്ലാണ്ട് ഇപ്പോൾ ഒരു സംഘടനകളുടെ വ്യക്താവായിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു പൗരൻ എന്ന രീതിയിൽ പറയുന്നതാണ് മെൻസ് കമ്മീഷൻ എന്നുള്ളത്. അതോടൊപ്പം ഞാൻ ഒരു ആണും കൂടെ ആയതുകൊണ്ടാണ് പറയുന്നത്. മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ശക്തിപ്പെട്ട് വരിക, രൂപപ്പെട്ട് വരിക, കുറച്ച് നിയമാവലികൾ, കുറച്ച് നിയമങ്ങൾ ആഡ് ചെയ്യുക എനിക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ആത്മഹത്യകൾ തന്നെയാണ് മെയിനായിട്ട്, അല്ലേ? അവന്റെ ജോലി നഷ്ടപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം എന്ത് കാരണത്താലാ? ഒരു കള്ളക്കേസ് കാരണത്തിലായിരിക്കും. തെറ്റ് ചെയ്യാതെ ഒരുത്തൻ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് വന്ന സാഹചര്യം വരുവാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് ആ സമൂഹത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. ഇതെല്ലാം ഒഴിവാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഒരു മെൻസ് കമ്മീഷൻ രൂപപ്പെട്ട് വരണം എന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വർ പുള്ളി ഘോരഘോരമായിട്ട് എന്ത് ചെയ്യുന്നു, അയാൾ ഇങ്ങനെ സംസാരിക്കുക. ഓക്കെ, ആരും ലിസൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഈ വീഡിയോ കേൾക്കുന്നവരിൽ ഏകദേശം ഒരു 10-15% ആൾക്കാരായിരിക്കും ചിലപ്പോൾ കോടതിയിൽ കുറ്റം ചെയ്യാതെ പോവേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ആ കാരണങ്ങൾ, പല കാരണങ്ങളായിട്ട് എന്താ ഉണ്ടാവും, നമ്മൾ ചില നിയമപീഠത്തിന് മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടതായിട്ട് സാഹചര്യങ്ങൾ വരുന്നുണ്ടാവും. പക്ഷെ അത് വെറും കള്ളക്കേസിലായിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനത്തെ കുറ്റം ചെയ്യാതെ ഒരു വ്യക്തി, ഒരു ആണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരരുത് എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ഈ ഒരു കമ്മീഷൻ വേണം എന്ന് ഈ വ്യക്തികളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. ഇങ്ങനൊരു കമ്മീഷൻ വേണം എന്നുള്ളത് തന്നെയാണ്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. അത് ആരായിരുന്നാലും, ഇപ്പം ഒരു ആണായിരുന്നാലും ഒരു ഗേൾ ആയിരുന്നാലും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഉറപ്പായിട്ട് എന്ത് ചെയ്യരുത്, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പലരും ഈ ഒരു കമ്മീഷനെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അത് വളരെ മോശമായിട്ട് പറയുന്നവരുണ്ട്. എന്തിനാ അതിൻ്റെ ആവശ്യം എന്നൊക്കെയാണ്. പക്ഷെ അല്ല, ഇന്ന് ഞാനെങ്കിൽ നാളെ നീയാ. ഈ ഒരു ചിന്ത വേണം. ഇല്ല എങ്കിൽ നമ്മുടെ അടുത്ത വരുന്ന തലമുറയായി അനുഭവിക്കേണ്ടി വരിക. അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? ആണിനും ജീവിക്കണ്ടേ? അവനും ജീവിക്കണം. അവനും ധൈര്യത്തോടെ ജീവിക്കണം, അല്ലേ? ഒരു ഫ്രണ്ടിൽ ഒരു ഗേള് വന്ന് വളരെ മോശം പ്രവൃത്തി കാണിച്ചിട്ട് തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ കുറ്റക്കാരനായി, അല്ലേ? എന്ന് പറഞ്ഞിട്ട് കുറ്റം ചെയ്യുന്ന ആണുങ്ങൾ ശിക്ഷിക്കപ്പെടണ്ട എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, പക്ഷെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിന് ഈ കമ്മീഷൻ ഉറപ്പായിട്ടും വന്നാൽ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കും ഈ മെൻസ് കമ്മീഷൻ. ഇതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. വളരെ വെറുതെ റോങ് മെസ്സേജ് അയച്ചിട്ടോ കമന്റ്സ് ഒന്നും അയച്ചിട്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഉറപ്പായിട്ടും നാളെ നീ ആയി വരാൻ പാടില്ല. അതിനുവേണ്ടിയായി കമ്മീഷൻ. ഓക്കെ, ബൈ.